ഹലോ നമസ്കാരം, ദീക്ഷിത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പോളാർ പാരറ്റിൻ്റെ ബേബീസാണ് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 3 മാസം അടുപ്പിച്ച് പ്രായമായി. ഇതിൽ എല്ലാം ഒന്നും സെയിം സൈസ് അല്ല, കാരണം എനിക്ക് സോർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനകത്ത് ചിലതൊക്കെ നല്ല സൈസിലേക്ക് വന്നിട്ടുണ്ട്, ചിലതൊക്കെ ഇപ്പോഴും ചെറുത് തന്നെയാണ്. ഇതിനെ ഇനിയിപ്പം സോർട്ട് ചെയ്തിടണം, അതായത് വലുതിനെയൊക്കെ പിടിച്ച് മാറ്റിയിടണം. എന്നാൽ മാത്രമേ ഈ ചെറുതൊക്കെ സൈസ് കയറി വരത്തുള്ളൂ. അല്ലെങ്കിൽ കുറേ നാളെടുക്കും ഈ ചെറുതൊക്കെ നല്ല സൈസിലേക്ക് കയറി വരാനായിട്ട്. ഈ പോളാർ പാരറ്റിൻ്റെ ബ്രീഡിങ് വളരെ സിമ്പിളാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ ഒരു 8-10 പീസിനെ ഒരു ടാങ്കിലേക്ക് ഇടുക, അത് തന്നെ പേർ തിരിയും, അതിനെ പിന്നെ മാറ്റിയിട്ടിട്ട് നിങ്ങൾക്ക് ബ്രീഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ കറക്റ്റ് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ടാങ്കിലേക്കോ അല്ലെങ്കിൽ ടബിലേക്ക് വിടുക. അപ്പം ഇതൊരു 10 ഡേയ്സ് കൂടുമ്പോൾ മുട്ടയിട്ടുകൊണ്ടേയിരിക്കും. അതായത് അറ്റ് എ ടൈം കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഫ്രീസിങ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ അടുത്ത മുട്ട ഇത് പെട്ടെന്നിടും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് പോളാർ പാരറ്റിനെ വളർത്തുന്നത്. അപ്പം എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാങ്ങിയ പെയർ വളരെ ചെറിയ പെയർസായിരുന്നു. അപ്പം അതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ 3 ബാച്ചിലെ കുഞ്ഞുങ്ങൾ എനിക്ക് ആകപ്പാട് കിട്ടിയത് 2 എണ്ണമാണ് സർവൈവ് ചെയ്ത് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ബ്രീഡിങ്ങിന് അത്യാവശ്യം ഒരു 5-6 മന്ത്സ് എങ്കിലും പ്രായമായ മീനുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളാർ പാരറ്റ്സ് അത്യാവശ്യം നല്ല അഗ്രസീവാണ്. ഇതിൽ കോൺവിക്റ്റിൻ്റെ ആ ഒരു ജീൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം നല്ല അഗ്രസീവാണ് ഈ സാധനം. ഈ കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലുതായി വരുമ്പോൾ തന്നെ തമ്മി കൊത്തു തുടങ്ങും. ഇത് തമ്മി കൊത്തി അവസാനം ഈ കറക്റ്റ് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന 2 എണ്ണം മാത്രമേ ബാക്കി കാണത്തുള്ളൂ, ബാക്കി ഫുള്ള് ചത്തുപോകും. അങ്ങനെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് സമയത്ത് സോർട്ട് ചെയ്യുക. വലുതായി വരുന്നതിനെ പെട്ടെന്ന് തന്നെ പിടിച്ച് മാറ്റിയിടുക. ഇപ്പം എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. പകരം ഞാൻ ചെയ്തത് ഈ ടാങ്കിൽ കുറേ ഹൈഡിങ് സ്പേസസും അതുപോലെ 2 പ്ലാന്റ്സും സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ വളരെ സിമ്പിളാണ്. പോളാർ പാരറ്റ്സിലെ മെയിൽസിന് ഫീമെയിൽസിനെ അപേക്ഷിച്ച് നല്ല വലിപ്പം കാണും. അതേപോലെ തന്നെ ഫീമെയിൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, അത്യാവശ്യം ഒരു പ്രായമാകുമ്പോഴത്തേക്കും ഈ ഫീമെയിൽസിന് അതിൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളർ മാർക്കിങ്സ് വരും. അങ്ങനെയാണ് നമ്മൾ മെയിൽസിനെയും ഫീമെയിൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഈ പോളാർ പാരറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അഗ്രഷനുള്ള മീൻ തന്നെയാണ്. അതിൻ്റെ കാരണം, ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്ലഡ് പാരറ്റിനെയും അതുപോലെ തന്നെ കോൺവിറ്റ് സിക്ലെറ്റിനെയും കൂടെ ക്രോസ് ചെയ്തിട്ടാണ്. ഈ പറഞ്ഞ 2 മീനുകളും, അതായത് ബ്ലഡ് പാരറ്റും കോൺവിക്റ്റും അത്യാവശ്യം നല്ല അഗ്രഷനുള്ള മീനാണ്. അതുകൊണ്ട് ഈ പോളാർ പാരറ്റും നല്ല രീതിയിൽ അഗ്രഷൻ കാണിക്കുന്ന ഒരു മീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ദീക്ഷിത് സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.